ഹായ്. ഇന്ന് രാത്രി എത്ര മണിയാകുമ്പോൾ മേടിച്ചു. പിള്ളേർക്ക് സ്നാക്സ് ഒന്നുമില്ല, എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എവിടെ സാധനം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം അത് കുറച്ചിരുന്നു. കുറേ ഈ സാധനം ഇത് പൊരിക്കാന്ന് വിചാരിച്ചു. നോക്കിയേ സാധനം, ഇതിൻ്റെ പേര്, ഈ സാധനത്തിൻ്റെ പേര് അറിയാന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പല പല കളറിലൊക്കെ കാണാനുണ്ട്. അത് കളറൊക്കെ ചെയ്യുന്നതാണ്, കളർ മുക്കുന്നതാണ്. അത് കുഴപ്പമില്ല. കൂടുതൽ സംസാരിക്കാൻ വയ്യ. വീണ്ടും പനി പിടിച്ച് കൗണ്ട് കുറഞ്ഞ് ജലദോഷം പിടിച്ച് ശ്വാസം മുട്ടുമുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പർ. പിന്നെ ഇപ്പോഴത്തെ പനിയിൽ ഹോസ്പിറ്റലിൽ പോയതിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആഹാരം കഴിച്ച് ശരിക്കും വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും റെസ്റ്റില്ലായി. അങ്ങനെയുള്ള കാര്യം. അതാ ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നോക്കാം. കുറച്ചേ ഉള്ളൂ. പ്ലേറ്റ് ഇവിടെ എവിടെ വെച്ചിരുന്നു. കഴിഞ്ഞ ഇതാണ് ഐറ്റം. ഇത് 4 മോഡലുകളുടെ ഉണ്ട്. അതായത് എണ്ണ ചൂടാവട്ടെ കേട്ടോ. അവിടെ ഉറുമ്പും ഉണ്ട്. ഉറുമ്പിനെയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഉറുമ്പ് കയറി പോ. ഇത് പലതും പല പല ഷേപ്പായതുകൊണ്ടേ എണ്ണയിലിടുമ്പോൾ പല സമയത്തായിരിക്കും ഈ മൂത്ത് വരുന്നത്. എന്തായാലും നോക്കാം. എനിക്കറിഞ്ഞൂട്ടാ. എണ്ണ ചൂടായേ. ഫസ്റ്റ് ചൂട് കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇത് വെണ്ടയ്ക്ക ആദ്യം ഇട്ട് നോക്കാം. വെണ്ടയ്ക്ക എണ്ണയാണ്. തട്ടി ഇടമില്ല. കൂട്ടി വെച്ചാൽ അയ്യോന്നാണ് കുറച്ച് വെച്ചിരിക്കണം. എന്തായാലും കുറച്ച് വന്നില്ല. അതിന് എണ്ണ പിടിയൊന്നുമില്ല. ദിവസം കൂടെ മുട്ടണോണ്ടേ ഒന്നിനും പറ്റില്ല. പാടാ. അതാണ് ഒരു സ്ഥലത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നത്. വയ്യാത്തോണ്ട് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. പറ്റൂല. കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറട്ട്. ഞാൻ വാ പൊള്ളിപ്പോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ കടയിൽ കയറിയുണ്ട്. ടിന്നി മേടിച്ച് 2 ടിന്നി സ്റ്റിക്ക് വാങ്ങാൻ കയറിയതാ. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടില്ലായിരുന്ന ഒടിഞ്ഞ സ്റ്റിക്കാണ് മേടിച്ചത്. ഇത്രയേ ഉള്ളായിരുന്നു. അത് മേടിച്ചതല്ല, സോറി, ഒടിഞ്ഞ സ്റ്റിക്ക് വെച്ചാണ് ഇളക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ ഇതൊന്നും മേടിക്കണമില്ല. അങ്ങനെ ഇത് വാങ്ങാൻ കയറിയതാ ഈ ഷേപ്പിന്. അപ്പം അത് മേടിച്ചപ്പോൾ 2 ടിന്നി ഉണ്ട്. അങ്ങനെ ടിന്നിനകത്തൊരു സാധനമുണ്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കമ്മലായിരുന്നു. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കമ്മലൊന്നും ഉപയോഗിക്കുന്നതല്ല. അങ്ങനെ അത് കണ്ടപ്പോൾ അതുകൂടെ മേടിച്ച്. കറുത്ത കമ്മൽ എങ്ങനെ ഉണ്ട്? ഞാൻ ഇതൊന്ന് ഇട്ട് ഒന്ന് വീഡിയോ ചെയ്യണം. പക്ഷെ പണി കിട്ടിയെന്നുകൊണ്ട് ഇവിടെ ഒരു മുത്ത് കാണാനില്ല. മുത്ത് പോയി ഗൈസ്. കുഴപ്പമില്ല. അപ്പം അത് മേടിച്ച് പിന്നെ
ചോപ്പർ മേടിച്ച്. എല്ലാവരും പറയുന്ന ചോപ്പർ നല്ലതെന്നാണ് പറയുന്നത്. രാവിലെയൊക്കെ പിള്ളേരെ സ്കൂളിലൊക്കെ വിടാനേ എടുക്കുമ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ മലക്കറി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനേ നല്ലതെന്നാണ് പറഞ്ഞത്. ചെറിയ ഒരു പീസൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ സവാള, ക്യാരറ്റ്, മുട്ടക്കോസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും, അതായത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമെന്നാണ് പറയുന്നത്. അങ്ങനെ മേടിച്ച് ഉപയോഗിച്ചില്ല. ഇനി ഉപയോഗിച്ചൊരു വീഡിയോ എടുക്കണം. അപ്പം അതും മേടിച്ച് ഇതേ മേടിച്ചോളൂ. അപ്പോൾ ഇതും മേടിച്ചൊക്കെയാണ് വന്നത്. സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിച്ചു നോക്കാം. ഇനിയും നോക്കട്ടെ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല രസമുണ്ട്. അത് കൊള്ളാം. പിന്നെ എല്ലാത്തിനും ഒരു ടേസ്റ്റ് തന്നെ. പക്ഷെ പല സൈസ് ആയതുകൊണ്ടേ ചിലത് നല്ല കട്ടിയായിട്ടിരിക്കും. ഇതിൽ നിന്ന് സോഫ്റ്റ് ഇതാ. ഇത് ഇത്തിരി കൂടെ കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇത്തിരി കൂടെ കട്ടിയുണ്ട്. പക്ഷെ തിന്നാനൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഇന്നത്തെ ചായക്കൊപ്പം ഇതാണ്. അപ്പം ഓക്കെ, ബൈ ബൈ. ഇനി പോയി സമാധാനമായിട്ട് പോയി ചായയും കുടിച്ച് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കണം. ശരി, ചുമയുണ്ട്. ബൈ ബൈ, ടാറ്റാ.